ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള വരുന്ന വാർഷിക എക്സാമിന് വേണ്ടിയ മോഡൽ എക്സാമാണ് കേട്ടോ. 2024-25 ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ ഒന്നാം ക്ലാസ്സിലെ മക്കൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ തന്നിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്നായി വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക കേട്ടോ. നമ്മളിതിൽ ഉത്തരങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ലെങ്കിൽ അത് വീണ്ടും പഠിക്കുക, അങ്ങനെയെല്ലാം ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. വാർഷിക മൂല്യനിർണ്ണയം 2024-25 ഉദ്ഗ്രഥനം 2-ാം ദിവസം. പ്രവർത്തനം 6 കൂട്ടങ്ങളാക്കാം. ഋതിക, മിനിക്കുട്ടി, രാജി. ഋതികയുടെ കയ്യിൽ പൂക്കൾ 20, മിനിക്കുട്ടിയുടെ കയ്യിൽ റിബൺ 20, രാജിയുടെ കയ്യിൽ 20. അപ്പം നമ്മൾ അതിനെ ഈ 20-നെ നമുക്ക് 2 രീതിയിൽ എഴുതാം അല്ലെ. എങ്ങനെയൊക്കെ എഴുതാം? 10-ഉം 10-ഉം 20. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 15-ഉം 5-ഉം 20 തന്നെയാണ്. പിന്നെ 11-ഉം 9-ഉം 20 തന്നെയാണ്. 18 പൂക്കളിൽ പകുതി എണ്ണം മീനുവിന് കൊടുക്കുന്നു. അപ്പൊ 18 പൂക്കളിൽ പകുതി എണ്ണം മീനുവിന് കൊടുത്താൽ മീനുവിന് എത്ര എണ്ണം കിട്ടും? 9. കണ്ടോ? മൊത്തം 18 പൂക്കൾ, അതിൽ 9 എണ്ണം ബാക്കി. പ്രവർത്തനം 7 എന്തെല്ലാം പറഞ്ഞിരിക്കാം? ഋതിക, മുത്തശ്ശി ഇത് ആരാണ് എന്ന് മനസ്സിലായോ? അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ഋതിക വന്നിട്ട് ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഇത് ആരാന്ന് മനസ്സിലായോ? അത് മിനിക്കുട്ടിയാണ് കേട്ടോ, ഋതികയുടെ കൂടെ ഉള്ളത്. അപ്പൊ മുത്തശ്ശി പറയും ഇല്ല. ഋതിക, മുത്തശ്ശി ഇതാണ് എൻ്റെ കൂട്ടുകാരി മിനിക്കുട്ടി. മുത്തശ്ശി, മിനിക്കുട്ടിയുടെ വീട് എവിടെയാ ചോദിക്കും. അപ്പൊ ഋതിക, കണ്ണാടിപ്പുഴയുടെ കരയിലാണ് മിനിക്കുട്ടിയുടെ വീട്. അപ്പൊ എവിടെയാ വീട്? കണ്ണാടിപ്പുഴയുടെ കരയിൽ. മുത്തശ്ശി, മിനിക്കുട്ടിയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അപ്പൊ മിനിക്കുട്ടിയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഋതിക, അച്ഛനും അമ്മയും ഒരു അനിയനും പിന്നെ മിനിക്കുട്ടിയും. അപ്പൊ ആരൊക്കെയുള്ളേ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയനുണ്ട്, പിന്നെ മിനിക്കുട്ടിയും ഉണ്ട്. മുത്തശ്ശി, ശരി മക്കളെ, മുത്തശ്ശി അവിടെ പോയി ഇരിക്കട്ടെ. ശരി എന്നാ ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ പോയി ഇരിക്കട്ടെ എന്ന് പറയാണ്. പ്രവർത്തനം 8 നന്നായി വളരാൻ. അപ്പൊ നന്നായി വളരാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് നമ്മൾ ഈ ഇമോജി കൊടുക്കുക കേട്ടോ. ഇമോജി നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു ഇമോജി കേട്ടോ, ചിരിക്കുന്ന ഇമോജി കൊടുക്കുക. നമ്മൾ പാല് കുടിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പാൽ ആരോഗ്യത്തിന് നല്ലതാണോ? ആണെങ്കിൽ ഈ ഇമോജി കൊടുക്കുക, സ്മൈൽ ചെയ്യണ ഇമോജി. അടുത്ത് തന്നിരിക്കുന്ന എന്താ? പഴങ്ങളുടെ ഒരു കൊട്ട തന്നിട്ടുണ്ട്, ആപ്പിളും പഴമൊക്കെ വെച്ച കൊട്ട. അതിലും നമ്മൾ ഈ ഇമോജി കൊടുക്കുക. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, പക്ഷെ അത് കഴിക്കാൻ ഒട്ടും കൊള്ളാത്ത സാധനമാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഐസ്ക്രീം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരില്ല. പക്ഷെ നമ്മൾ എപ്പോഴും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ അതുകൂടെ വരും. അപ്പം അത് കഴിക്കരുത്. അപ്പം അതിൽ നമ്മൾ ഇമോജി കൊടുക്കില്ല. അടുത്തത് പച്ചക്കറികളാണ്. പച്ചക്കറികൾ നമ്മൾ ആവശ്യത്തിന് കഴിക്കണം. ആവശ്യത്തിനല്ല, പച്ചക്കറികൾ നന്നായി തന്നെ കഴിക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാചകം ചെയ്ത് വേവിച്ച് തന്നെ കഴിക്കണം. അടുത്തത് തന്നിരിക്കുന്നത് ഈ ഷവർമ അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പം അത് നമ്മൾ കഴിക്കാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് ഗോതമ്പും അരിയും, നമ്മൾ ധാന്യങ്ങളാണല്ലേ ഇത്. ഗോതമ്പും അരിയും ഒക്കെ നിങ്ങൾ കഴിക്കേണ്ടതാണ്. അടുത്തത് തന്നിരിക്കുന്നത് നോക്കൂ, മുട്ട, പിന്നെന്താ, മത്സ്യം, മാംസം ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അതെല്ലാം നമ്മൾ കഴിക്കേണ്ടതാണ്. അപ്പം അതിലും സ്മൈലി കൊടുക്കുക. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. അതാണ് അടുത്ത പണി അല്ലേ. നിങ്ങൾക്ക് കൂട്ടത്തിൽ പെടാത്തത് ഏതാ വെച്ച് അതിനെ വട്ടത്തിലാക്കണം. നമുക്ക് പഴം തന്നിട്ടുണ്ട്, പൈനാപ്പിൾ തന്നിട്ടുണ്ട്, ബർഗർ തന്നിട്ടുണ്ട്, ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇതിൽ എല്ലാം പഴവർഗ്ഗങ്ങളാണ് ഒന്നൊഴികെ. അതാരാണ്? ബർഗർ പഴവർഗ്ഗം അല്ല അല്ലേ. അടുത്ത് നോക്കൂ, പ്രവർത്തനം 9 കഥ എഴുതാമാണ്. നമുക്ക് ഒരു കഥ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാട്ടോ. ഒരു പെൺകുട്ടി ഇവിടെ ഒരു ഡ്രോയിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു കഥയാക്കാം. ഒരു
ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് മീനു എന്നാണ്. മീനുവിന് ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ ഭിത്തിയിൽ ഒരു വലിയ പെൻസിൽ വരച്ചു. അത് ഒരു സാധാരണ പെൻസിലായിരുന്നില്ല. അതിന് 2 ചിറകുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മീനു ആണ്. മീനു എന്ത് ചെയ്തു? ഒരു കൊച്ചു പെൺകുട്ടിയാണ് അല്ലേ, അവൾക്ക് ചിത്രമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം അവൾ എന്ത് ചെയ്തു? പെൻസിൽ വരച്ചു അല്ലേ. ഒരു സാധാരണ പെൻസിൽ ആയിരുന്നില്ല, ആ പെൻസിലിന് 2 ചിറകുകൾ ഉണ്ടായിരുന്നു. മീനു വരച്ചു കഴിഞ്ഞപ്പോൾ ആ പെൻസിൽ ഭിത്തിയിൽ നിന്ന് പറന്നുയർന്നു. മീനു വരച്ചു കഴിഞ്ഞതും ആ പെൻസിൽ എന്ത് ചെയ്തു? ഭിത്തിയിൽ നിന്ന് പറന്നുയർന്നു. മീനു ആ പെൻസിലിൽ പിടിച്ച് ആകാശത്തേക്ക് പറന്നു. ആ പെൻസിലിൽ പിടിച്ച് മീനു ആകാശത്തേക്ക് പറന്നു. അവൾ മേഘങ്ങൾക്കിടയിലൂടെയും പക്ഷികൾക്കിടയിലൂടെയും യാത്ര ചെയ്തു. അപ്പൊ ആകാശത്താണല്ലേ മേഘങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഇവളും മേഘങ്ങളുടെ ഇടയിലൂടെ പക്ഷികളുടെ ഇടയിലൂടെ ഒക്കെ യാത്ര ചെയ്തു. ആ പെൻസിൽ ഉപയോഗിച്ച് അവൾ ആകാശത്ത് മനോഹരമായ ചിത്രങ്ങൾ വരച്ചു. അപ്പൊ ആ പെൻസിൽ ഉപയോഗിച്ച് അവൾ എന്ത് ചെയ്തു? ആകാശത്ത് മനോഹരമായ ചിത്രങ്ങളെല്ലാം വരച്ചു. അതൊരു മാന്ത്രിക പെൻസിലായിരുന്നു. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഇവൾക്ക് എന്തുകൊണ്ടാണ് അത് വരയ്ക്കാൻ സാധിച്ചത്? ഇവൾക്ക് കിട്ടിയ പെൻസിലിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, അതൊരു മാന്ത്രിക പെൻസിലായിരുന്നു. അപ്പൊ മീനുവിന് കിട്ടിയ ഈ പെൻസില് ഒരു മാന്ത്രിക പെൻസിലാണ്. അപ്പൊ ഈ പെൻസിൽ വെച്ചിട്ട് അവൾ എന്ത് ചെയ്തു? അവള് വരച്ചു അല്ലേ. അവള് വരച്ചത് എന്ത് തന്നെയായിരുന്നു? വലിയൊരു പെൻസിൽ തന്നെയാണ് വരച്ചത്. അപ്പോ ആ പെൻസില് അതൊരു സാധാരണ പെൻസിലല്ല, അതിന് ചിറകൊക്കെ വരച്ചു ഉണ്ടായിരുന്നു. ആ പെൻസിൽ ഉപയോഗിച്ച് അവൾ ആകാശത്തേക്ക് മനോഹരമായ ചിത്രങ്ങൾ വരച്ചു. മാന്ത്രിക പെൻസിലായിരുന്നു. അപ്പൊ ഈ കഥ ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ കഥനെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത് ഞാനിവിടെ ഒരെണ്ണം തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കഥ നിങ്ങൾക്ക് മാറ്റി എഴുതാം കേട്ടോ. ഇനി ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു, അങ്ങനെ എന്ന് വേണമെങ്കിലും മാറ്റി നിങ്ങൾക്ക് എഴുതാം. ഇനി കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകൂ. ഇവിടെ ഈ കഥയ്ക്ക് കറക്റ്റായിട്ട് യോജിച്ച ഒരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കണം. ഇവിടെ കുട്ടിയും പറക്കും പെൻസിലും എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. കുട്ടിയും മാന്ത്രിക പെൻസിലും എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുട്ടിയും പറക്കും പെൻസിലും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഒരു ബെൽ ബട്ടൺ കാണും നിങ്ങൾക്ക്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ബെൽ ബട്ടൺ, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ കീ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.